നമ്മൾ ആസ് എ പീഡിയാട്രീഷ്യൻ നമ്മുടെ അടുത്തേക്ക് സാധാരണ പിന്നെ സ്കൂളിൽ പഠിത്തത്തിൽ ബേക്കാവുന്ന കുട്ടികളെ നമ്മുടെ അടുത്ത് കാണല്ലോ ആദ്യം കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ അവരുടെ ഫിസിക്ക് നോക്കും, പിന്നെ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നോക്കും. അതിലൊന്നും പ്രശ്നമില്ല എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ബേസിക് ടെസ്റ്റുകൾ ചെയ്യും. ബേസിക് ടെസ്റ്റുകൾ അറിയാലോ, തൈറോയ്ഡ് പോലൊക്കെയുള്ള കുറേ ടെസ്റ്റുകൾ ചെയ്യും. IQ അടുത്തൊരു ലെവലിൽ നമ്മൾ IQ ഒക്കെ നോക്കും. അങ്ങനെ മിക്ക കുട്ടികൾക്കും ഇതൊന്നും പ്രശ്നം ഉണ്ടാവില്ല. അതെ, നോർമലായിരിക്കും. അവരങ്ങനെ കാര്യമായ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു സംഭവം, അങ്ങനെ നമ്മൾ ഹിസ്റ്ററിയൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് കുട്ടീനോട് എപ്പോഴാണ്, ഉമ്മനോടും ചോദിക്കും കുട്ടീനോടും ചോദിക്കും, എപ്പോഴാണ് നിങ്ങൾ ഉറങ്ങൽ, കുട്ടി ഉറങ്ങൽ. ഒരു ഏകദേശം 10-12 വയസ്സൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ അങ്ങനെ ഒരു സ്പെസിഫിക് ടൈമൊന്നും ഇവർക്ക് പറയാനുണ്ടാവില്ല. ഇടക്ക് 10 മണിക്ക് ഉറങ്ങും, പിന്നെ മൊബൈൽ കളിച്ച് ചിലപ്പം 1 മണിയോ 2 മണിയോ, ഇനി കസിൻസൊക്കെ വരുന്ന ദിവസം ചിലപ്പോൾ 4 മണിയോ ഒക്കെ ആവും. അപ്പോൾ ഒരു സ്പെസിഫിക് ടൈമൊന്നും അവർക്ക് പറയാനുണ്ടാവില്ല. അങ്ങനെ നമ്മൾ ഹിസ്റ്ററി എടുത്തിട്ട് ഇവൻ്റെ അല്ലെങ്കിൽ ഇവരുടെ സ്കൂളിൽ എന്താണ് ഇവർ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോഴാണ് ബാക്കി കാര്യങ്ങൾ. അങ്ങനെ ഉറക്കൊരു റെഗുലർ അല്ലാതെ സ്കൂളിൽ പോയിട്ട് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉറങ്ങുന്നുണ്ടാവില്ല, പക്ഷേ ഒരു ഫുൾ അറ്റൻഷനിൽ അവർക്ക് കിട്ടില്ല. ശരി.